വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: യേശു വിധിക്കാനുള്ള അധികാരം ലഭിച്ചത് എപ്പോൾ? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മനുഷ്യപുത്രനായതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2: യേശു 3 ദിവസം പുനരുദ്ധരിക്കുമെന്ന് കേട്ട് യഹൂദർ പറഞ്ഞത് എന്ത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 46 വർഷം എടുത്തത് വെറും 3 ദിവസത്തിനകം. ക്വസ്റ്റ്യൻ നമ്പർ 3: പരിച്ഛേദിതർക്കുള്ള സുവിശേഷം ആർക്കെന്നതുപോലെ അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യാക്കോബിന്. ക്വസ്റ്റ്യൻ നമ്പർ 4: യേശു ദേവാലയത്തിലെ ഏത് മണ്ഡപത്തിൽ നടക്കുകയായിരുന്നു? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സോളമന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 5: പരിചാരകർ വെള്ളം പകർന്നു കൊണ്ടുപോയത് എവിടേക്കാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കലവറക്കാരന്റെ അടുത്തേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 6: വചനം ആരോടുകൂടെ ആയിരുന്നു ആദിയിൽ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 7: യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ കയ്യാഫാസിനോട് പറഞ്ഞവർ ആര്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യഹൂദരിൽ ചിലർ. ക്വസ്റ്റ്യൻ നമ്പർ 8: ആര് റൂത്തിനോട് പറഞ്ഞു, മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ? റൂത്ത് 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 9: യേശു അമ്മയോട് പറഞ്ഞത് എന്ത് വാക്കാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? ക്വസ്റ്റ്യൻ നമ്പർ 10: തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ അത് ഏത് ജീവിതത്തിലേക്കാണ് കാത്തു സൂക്ഷിക്കുക? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 11: നവോമിക്ക് നഷ്ടപ്പെട്ടത് ആരെയൊക്കെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഭർത്താവും പുത്രന്മാരും. ക്വസ്റ്റ്യൻ നമ്പർ 12: യേശു പറഞ്ഞു, നിനക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നുവെന്ന്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 5. ക്വസ്റ്റ്യൻ നമ്പർ 13: ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യേശു. ക്വസ്റ്റ്യൻ നമ്പർ 14. യേശുവിനെ കാണാൻ പട്ടണത്തിലേക്ക് പോയത് ആര്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സമരിയാക്കാരി. ക്വസ്റ്റ്യൻ നമ്പർ 15. അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണ് അവൻ്റെ ഡാഷ്, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്, പൂരിപ്പിക്കുക. യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ശിഷ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 16. ആര് മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ എന്ന് യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ യേശു. ക്വസ്റ്റ്യൻ നമ്പർ 17. കൃപയും സത്യവും ആരിലൂടെ ലഭിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി യേശു ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 18. തിരുനാളിൻ്റെ മഹാദിനത്തിൽ ദാഹിക്കുന്നവർ എന്ത് ചെയ്യണമെന്നും യേശു പറഞ്ഞു? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അവൻ്റെ അടുക്കൽ വന്ന് കുടിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 19. മനുഷ്യൻ തൻ്റെ എന്ത് ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ലെന്നും അത് തന്നെയാണ് അവൻ്റെ ഗതി എന്നാണ് മനസ്സിലാക്കിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രവൃത്തി. ക്വസ്റ്റ്യൻ നമ്പർ 20. യേശു പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് എവിടെ എത്തി? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബഥാനിയ. ക്വസ്റ്റ്യൻ നമ്പർ 21. ഗലീലായിലെ കാനായിൽ നടന്ന വിവാഹ വിരുന്നിൽ ആരുണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ യേശുവിൻ്റെ അമ്മ. ക്വസ്റ്റ്യൻ നമ്പർ 22. ഈശോ പുനരുദ്ധരിക്കും എന്ന് പറഞ്ഞത് ഏത് ദേവാലയത്തെക്കുറിച്ചാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ശരീരമാകുന്ന ആലയത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 23. അന്ത്യാവശ്യം തീർക്കാൻ അന്ത്രയോസ് എങ്ങനെ സംശയിച്ചു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇത്ര പേർക്ക് അതെന്തുണ്ട് പോരാ എന്ന് ചോദിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 24. കർത്താവ് തൻ്റെ ആരെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടി മോവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ജനത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 25. വള്ളം കരയിലേക്ക് എങ്ങനെ എത്തി? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തി. ക്വസ്റ്റ്യൻ നമ്പർ 26. യേശു പറഞ്ഞ എൻ്റെ സമയം ഇനിയുമായിട്ടില്ല എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ അവൻ്റെ പൊതുദൗത്യം ആരംഭിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ നമ്പർ 27. യേശുവിൻ്റെ ശിഷ്യന്മാർ തിരിച്ചെത്തിയത് എപ്പോൾ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം
ഓപ്ഷൻ എ, യേശു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 28. നിങ്ങൾ നന്നായി മുന്നേറിക്കൊണ്ടിരുന്നു. എന്തിനെ അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത് ആരാണ് എന്നാണ് ഗലാത്യ 5-ാം അധ്യായത്തിൽ പൗലോസ് ചോദിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സത്യത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 29. ശിമയോനും അന്ത്രയോസും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സഹോദരന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 30. യേശു ഒന്ന് കണ്ട് അതിൻ്റെ മേൽ കയറി. അത് ഏത് മൃഗമാണ്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കഴുതക്കുട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 31. യേശുവിൻ്റെ അഭിപ്രായത്തിൽ പുത്രന് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവ് ചെയ്യുന്നത് മാത്രമേ ചെയ്യൂ. ക്വസ്റ്റ്യൻ നമ്പർ 32. ഞാൻ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. ആരെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 33. എൽക്കാനയുടെ പിതാവിൻ്റെ പേരെന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യെറോഹാം. ക്വസ്റ്റ്യൻ നമ്പർ 34. യേശുവിന് യോഹന്നാനേക്കാൾ എന്തുണ്ടെന്ന് പറഞ്ഞു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വലിയ സാക്ഷ്യം. ക്വസ്റ്റ്യൻ നമ്പർ 35. വിശുദ്ധ ലിഖിതം എന്താണ് പറയുന്നത്? ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവിൻ, എന്തെന്നാൽ ദാസിയുടെ പുത്രൻ സ്വതന്ത്രതയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗലാത്യ 4-ാം അധ്യായം 30-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 36. അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞത് ആ ബന്ധു തൻ്റെ ഡാഷ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ചെരുപ്പൂരി. ക്വസ്റ്റ്യൻ നമ്പർ 37. ആദിയിൽ ആരുണ്ടായിരുന്നു എന്ന് യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 38. മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നത് എന്തെന്നും ചുരുങ്ങിയ ആയുസിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്നും അറിയാൻ എന്തിനെയാണ് ആശ്ലേഷിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭോഷത്വത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 39. യേശു യഹൂദരുടെ ഒരു തിരുനാളിനായി എവിടേക്ക് പോയി? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജെറുസലേമിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 40. എന്നാൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നു. അധ്യായം, വാക്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഗലാത്യ 5-ാം അധ്യായം 14-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 41. ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു ഡാഷ് തിരികുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സുവിശേഷത്തിലേക്ക്.
ക്വസ്റ്റ്യൻ നമ്പർ 42. മരുഭൂമിയിൽ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു. മരുഭൂമിയിലെ കാലയളവ് എത്ര വർഷമായിരുന്നു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 40. ക്വസ്റ്റ്യൻ നമ്പർ 43. ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി എന്ന് റൂത്ത് 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ന്യായാധിപന്മാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 44. നീ ആരുടെ ദാസികളുമൊത്ത് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് നമ്മുടെ ബന്ധുവാണല്ലോ. അധ്യായം, വാക്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി റൂത്ത് 3-ാം അധ്യായം 2-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 45. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബേത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് ഏത് ദേശത്ത് കുടിയേറി പാർത്തു? റൂത്ത് 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മോവാബ്. ക്വസ്റ്റ്യൻ നമ്പർ 46. ആരിലായിരുന്നു അവർ പ്രത്യാശ അർപ്പിച്ചിരുന്നത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മോശ. ക്വസ്റ്റ്യൻ നമ്പർ 47. ഡാഷ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും. ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പിതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 48. അവർ ജനിച്ചത് എന്തിലൂടെ? യോഹന്നാൻ 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മനുഷ്യാഭിലാഷം. ക്വസ്റ്റ്യൻ നമ്പർ 49. അവൾ ഗർഭം ധരിച്ച് ഒരു ഡാഷ് പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവൽ എന്ന് പേരിട്ടു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പുത്രനെ. ക്വസ്റ്റ്യൻ നമ്പർ 50. യേശു കബർനാമിൽ എത്ര ദിവസം തങ്ങിയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഏതാനും ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 51. യേശു ദേവാലയത്തെ പറ്റി പറഞ്ഞത് എന്ത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി എൻ്റെ പിതാവിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ 52. ആരെപ്പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ പാവങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 53. ഫിലിപ്പോസ് അന്ത്രയോസിനോട് പറഞ്ഞത് എവിടെ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി കൂട്ടത്തിനരികിൽ. ക്വസ്റ്റ്യൻ നമ്പർ 54. യേശുവിൻ്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചിരുന്നു. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വിശ്വസിച്ചില്ല. ക്വസ്റ്റ്യൻ നമ്പർ 55. കേപ്പായോടൊപ്പം ജെറുസലേമിൽ എത്ര നാൾ പൗലോസ് താമസിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 15 ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 56. നിങ്ങളെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുവിൻ, അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. ആരുടെ വാക്കുകളാണിവ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 57. ആരെയാണ് വ്യഭിചാരത്തിൽ പിടിച്ച് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന്
കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഒരു സ്ത്രീയെ. ക്വസ്റ്റ്യൻ നമ്പർ 58. അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ ഡാഷ്. ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പകർന്നു. ക്വസ്റ്റ്യൻ നമ്പർ 59. നിങ്ങൾക്ക് എന്ത് വേണ്ട? ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഗലാത്യ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വ്യാമോഹം. ക്വസ്റ്റ്യൻ നമ്പർ 60. യേശുവിനെ കാണുന്നവർ ആരെ കാണുന്നു? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 61. ശാബത്തിൽ ഫരിസേയർ ചെയ്തിരുന്ന പ്രവൃത്തി ഏത്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പരിച്ഛേദനം. ക്വസ്റ്റ്യൻ നമ്പർ 62. നീ ആരാണ് എന്ന് ചോദിച്ചതാര്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 63. എന്തിൻ്റെ വിളവ് എല്ലാവർക്കും ഉള്ളതാണ്? രാജാവിനും വിളവിൽ ആശ്രയിക്കാതെ വയ്യ. സഭാപ്രസംഗകൻ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭൂമിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 64. കുട്ടിക്കുണ്ടായിരുന്ന മീനുകളുടെ എണ്ണം എത്ര? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2. ക്വസ്റ്റ്യൻ നമ്പർ 65. ഞാൻ ലോകത്തിൻ്റെ ഡാഷ് ആണ്. യേശു യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രകാശം. ക്വസ്റ്റ്യൻ നമ്പർ 66. കർത്താവിൻ്റെ ഉടമ്പടിയിലൂടെ പേടകം എവിടെയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഷീലോയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 67. എന്തിൽ നിന്നാണ് ആത്മാവ് ജനിക്കുന്നതെന്ന് യേശു പറഞ്ഞു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 68. അയൽക്കാർ പറഞ്ഞത് ഇവൻ എന്ത് ചെയ്തുകൊണ്ടിരുന്ന ആളാണെന്ന്? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭിക്ഷയാചിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 69. ആർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു? ഇസ്രായേലും അവരെ നേരിടാൻ സന്നദ്ധമായി. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 70. എല്ലാ ഡാഷ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ദൈവത്തിന് ദാനമാണെന്നും ഞാൻ അറിയുന്നു. സഭാപ്രസംഗകൻ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മനുഷ്യരും. ക്വസ്റ്റ്യൻ നമ്പർ 71. ഉടമ്പടിയുടെ പേടകത്തോടൊപ്പം ഷീലോവിൽ നിന്ന് വന്നത് ആരെല്ലാം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഏലിയുടെ പുത്രന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 72. ആരുടെ അടുക്കലാണ് ഹന്ന സാമുവേലിനെ കൊണ്ടുവന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഏലിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 73. നിയമത്തിന്റെ അടിസ്ഥാനം വിശ്വാസമല്ല, എന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ ഡാഷ് ജീവിക്കും.
ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവ വഴി. ക്വസ്റ്റ്യൻ നമ്പർ 74. നവോമി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ എപ്പോഴാണ് തീരുമാനമാകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ന് തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 75. അന്ധൻ മനുഷ്യപുത്രനിൽ വിശ്വസിക്കേണ്ടവർ ആരാണെന്ന് ചോദിച്ചത് എപ്പോൾ? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു കണ്ടപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 76. നാർദിൻ സുഗന്ധതൈലം കൊണ്ടുവന്ന മറിയം എവിടെ നിന്നാണ്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബദാനിയ. ക്വസ്റ്റ്യൻ നമ്പർ 77. ആരാണ് ഫിലിസ്തീർ തിരിച്ചയച്ച കർത്താവിന്റെ പേടകം ഏറ്റെടുക്കാൻ കിരിയാത്യയാരിമിലേക്ക് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കിരിയാത്യയാരിമിലെ ജനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 78. എല്ലാം കേട്ട ശേഷം ഏലി എന്താണ് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അത് കർത്താവാണ്, അവിടത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 79. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യമനുസരിച്ച് ആരിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്തയാണ് വിശുദ്ധ ഗ്രന്ഥം മുൻകൂട്ടി അറിയിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അബ്രാഹം. ക്വസ്റ്റ്യൻ നമ്പർ 80. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്, നിന്റെ എവിടെ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നാവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 81. തെക്കോട്ടും വടക്കോട്ടും വീശുന്നത് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 82. നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയി എന്ന് പറഞ്ഞവർ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫരിസേയർ. ക്വസ്റ്റ്യൻ നമ്പർ 83. താൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ താൻ ആരാകുകയില്ലായിരുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തുവിന്റെ ദാസൻ. ക്വസ്റ്റ്യൻ നമ്പർ 84. അറിവ് വർദ്ധിക്കുമ്പോൾ എന്താണ് വർദ്ധിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വ്യസനം. ക്വസ്റ്റ്യൻ നമ്പർ 85. അയൽക്കാരായ സ്ത്രീകൾ നവോമിക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന് ഡാഷ് പേരിട്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 86. റൂത്ത് ആരുടെ ദാസികളുമൊത്ത് ജോലി ചെയ്യുന്നുവോ അവൻ അവരുടെ ബന്ധുവാണല്ലോ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബോവാസ്. ക്വസ്റ്റ്യൻ നമ്പർ 87. ആരെയാണ് കുരുക്കൾ ബാധിച്ചത് മരിക്കാതെ അവശേഷിച്ചവരിൽ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അവശേഷിച്ചവരെ. ക്വസ്റ്റ്യൻ നമ്പർ 88. ആരാണ് തന്റെ ചെരുപ്പൂരിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ബന്ധു. ക്വസ്റ്റ്യൻ നമ്പർ 89. ഇസ്രായേലിയരുടെ ആരുടെ പേടകം തിരിച്ചയക്കുന്നത് വെറും കൈയോടെ ആകരുത്? 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവത്തിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 90. നഗരവാതിൽക്കൽ ചെന്ന വ്യക്തി ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബോവാസ്. ക്വസ്റ്റ്യൻ നമ്പർ 91. മനുഷ്യ മനസ്സിൽ ഡാഷ് കുറിച്ചുള്ള ബോധം അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കാലത്തിന്റെ സമഗ്രതയെ. ക്വസ്റ്റ്യൻ നമ്പർ
92. യേശു ലാസറുടെ രോഗവിവരം കേട്ട ശേഷം എവിടെ 2 ദിവസം കൂടി താമസിച്ചു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, താൻ താമസിച്ചിരുന്ന സ്ഥലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 93. ആരാണ് പേടകവും സ്വർണ്ണ യുരുപ്പടികൾ വെച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലേവ്യർ. ക്വസ്റ്റ്യൻ നമ്പർ 94. ആരാണ് ഗലാത്യരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? അവർക്ക് എന്ത് ലഭിക്കുമെന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശിക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 95. ഫിലിസ്തീനിൽ നിന്ന് രക്ഷിക്കാൻ ആരുടെ അടുത്ത് പ്രാർത്ഥിക്കാനാണ് ഇസ്രായേൽക്കാർ സാമുവേലിനോട് അപേക്ഷിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവമായ കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 96. സഭാപ്രസംഗകൻ സൂര്യന് കീഴെയുള്ള എന്ത് കണ്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മർദ്ദനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 97. സഭാപ്രസംഗകൻ 6-ാം അധ്യായം 10-ാം വാക്യം അനുസരിച്ച് ആരെന്ന് വ്യക്തമായിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മനുഷ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 98. യാക്കോബിന്റെ അടുത്ത് നിന്ന് ചിലർ വരുന്നതുവരെ അവൻ ഡാഷിനോടൊപ്പമിരുന്ന് ഭക്ഷിച്ചിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിജാതിയർ. ക്വസ്റ്റ്യൻ നമ്പർ 99. കർത്താവിന്റെ പേടകം എത്ര മാസത്തോളം ഫിലിസ്തീനരുടെ രാജ്യത്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 7. ക്വസ്റ്റ്യൻ നമ്പർ 100. ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം ഡാഷ് ആണെന്ന് ഞാൻ അറിയുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശാശ്വതമാണ്. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.